എത്ര പെട്ടെന്ന് സമയം 5 മണിയായത്. ഇവിടെ അടുക്കളയിൽ ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചാക്കണം. ഇന്നലെ രാത്രി ഇവിടുത്തെ ലൈറ്റ് ഒന്നും കെടുത്തില്ലേ? നീ ഇവിടെ നിക്കണ്ടോ? ഞാനും വിചാരിച്ചത്ര നേരത്തെ ആരാണ് ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചാക്കണെന്ന്. അല്ല, നീ എന്തിനാ അത്ര നേരത്തെ എണിച്ച്? അത് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, നേരത്തെ 5 മണിക്ക് എണിക്കണം, കുളിക്കണം, പിന്നെ അടുക്കളയിൽ കയറണം എന്നൊക്കെ. അതുകൊണ്ട് അപ്പൊ നിന്റെ കുളിയും കഴിഞ്ഞാ? നിനക്ക് വല്ല ഭ്രാന്തുണ്ട് അത്ര നേരത്തെ കഴിച്ച് കുളിക്കാന്, അതും ഈ തണുപ്പത്ത്. ഇപ്പോഴാണെങ്കിൽ രാവിലെ ഒടുക്കത്തെ തണുപ്പാണ്, പിന്നെ ഇപ്പൊ ഇത്ര നേരത്തെ കുളിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലേ? പിന്നെ നമ്മൾ ഈ അടുക്കളത്തെ കരിയിലും പുകയിലൊക്കെ തന്നെയല്ലേ നിൽക്കേണ്ടത്. ഞാനൊക്കെ കുളിക്കുമ്പോ ഒരു 10-15 മണിയാവും. വീട്ടിലത്തെ എല്ലാ പണികളും ഒരുങ്ങിയിട്ടേ ഞാൻ കുളിക്കുള്ളൂ. പിന്നെ ഇവിടത്തെ ഉമ്മാക്ക് നമ്മള് ഇത്ര മണിക്ക് എണിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. അതൊരു പാവമാണ്. നമ്മള് നമ്മുടെ ഇഷ്ടത്തിനും വയറ്റിനൊക്കെ എന്താണോ ചെയ്യണത് അതന്നെ, വേറെ അങ്ങനെ ഒന്നും പറയൊന്നുമില്ല. നീ വേണമെങ്കിൽ കുറച്ചു നേരം കൂടി പോയി കടന്നോ. ഇപ്പൊ സമയം 5 മണിയല്ലേ ആയിട്ടുള്ളൂ. ഒരു 6 മണി 6:30 എണിച്ചാ മതി. അതൊന്നും കുഴപ്പമില്ല. താത്ത ഇവിടെ പണിയുമ്പോ ഞാനിങ്ങനെ കിടക്കുക, ഒന്നും കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ എനിക്ക് ശീലമായതാണ്. നീ പോയി കടന്നോ. നിന്റെ മോൻ കാണുമ്പോ എനിക്ക് അറിയുന്നുണ്ട് നിനക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പൊക്കോ. അതല്ലാത്ത ഇനിയിപ്പം ഉമ്മ എന്തെങ്കിലും പറയോ? എന്ത് പറയണ്? അതിന് ഉമ്മ എണിക്കുന്നത് തന്നെ 7 മണിക്കാണ്. ശരി എന്നാ പോയി കടന്നോ. നമുക്ക് ചായ തരാമതിന്. ഇപ്പൊ തരാം. ഒന്ന് ചൂടാക്കട്ടെ. മിശ്രി അണിച്ചില്ലമ്മനെ? ഇല്ലമ്മ, അത്ര നേരമായിട്ട് ഇവിടെ കാണാനില്ല. അവൾക്ക് അങ്ങനെ നേരത്തെ എണിക്കുന്ന ശീലമൊന്നും ഇല്ല തോന്നുന്നു. പിന്നെ ഇപ്പത്തെ പിള്ളേരല്ലമ്മ, അവൾക്ക് തോന്നുമ്പോ അവൾ എണിച്ചു വരട്ടെ. അതന്നെ, എല്ലാരും ഇപ്പൊ നിന്നെ പോലെ ആവണ്ടേ. നീയും നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന്റെ പിറ്റേ ദിവസേ നേരത്തെ 4 മണിക്ക് എണിച്ചിട്ട് അടുക്കള കയറിയിട്ട് ചായ വെച്ചിട്ട് എന്നെ വിളിച്ചത് ഓർമ്മയുണ്ടാ? ഞാൻ എത്ര പറഞ്ഞിരിക്കണു അത്ര നേരത്തെയൊന്നും എണിക്കണ്ടാന്ന്. പറഞ്ഞാ കേൾക്കില്ലല്ലോ. അന്ന് തൊട്ട് തുടങ്ങിയതാണ്. ഇന്ന് ഈ ദിവസം വരെ നീ അങ്ങനെ തന്നെ. 4 മണി 5 മണി പറഞ്ഞാ നീ എണിച്ചിരിക്കും. ഞാൻ അങ്ങനെ ശീലിച്ചുമ്മ. പിന്നെ എന്റെ വീട്ടിലും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. അതാണ്. അല്ല രാവിലെ പലഹാരത്തിന് എന്താ ഉണ്ടാക്കണ്ട്? അരിപ്പൊടി ഇല്ലമ്മനെ? ഉണ്ട്. എന്നാ കുറച്ച് പത്തിരി ഉണ്ടാക്കിക്കോ. മുട്ടയില്ലേ? മുട്ടക്കറിയും വെച്ചോ, അത് മതി. ഉമ്മ, ഞങ്ങളൊന്ന് കാലിനെന്താ പറ്റി? ഒന്നുമില്ല. അവള് പണികളൊക്കെ കഴിഞ്ഞാലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാലൊഴിഞ്ഞു വരും. അതെ. പിന്നെ ഞാനിക്കും കൂടി ഒന്ന് പുറത്തേക്ക് കേട്ടമ്മ. വരുമ്പോ വൈകുന്നേരം ആവും, ഇക്കാന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിക്ക്. ശരി മാനെ, വിരുന്ന് സൽക്കാരത്തിന് പോയിരിക്കും അല്ലേ? ശരി, നോക്കി പോട്ടെ മാനെ. ശരി അമ്മ. താത്ത, ഞാൻ പോയിട്ട് വരാട്ടാ. താത്ത. ശരി ശരി, പോയിട്ട് വാ. ശരി ശരി. അവന്റെ ഡ്രസ്സ് കാണാൻ എന്തൊരു ഭംഗിയാ. നല്ല കളറും അവർക്ക് നന്നായി ചേരുന്നുണ്ട്. മതിമാനെന്നാ നിർത്തിക്കോ. ഇനി ഉമ്മ കുറച്ചേരം കിടക്കട്ടെ. എന്നെക്കാളും നിറം കൂടുതൽ അവൾക്ക.
ഭംഗി അവൾക്ക്. പക്ഷെ രാവിലെ കണ്ടപ്പോ അവൾക്ക് ഇത്ര നിറവും ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവൾ എന്തൊക്കെയോ മേക്കപ്പ് സാധനങ്ങൾ മുഖത്ത് തേക്കുന്നുണ്ട്. എനിക്കും വാങ്ങണം കുറെ മേക്കപ്പ് സാധനങ്ങൾ. എന്താ ഞാൻ തയ്ച്ചാലും വെളുക്കില്ലേ. അതുപോലത്തെ ഒരു ചുരിദാറും വാങ്ങിക്കാം. ഇനി ഞാനും കുറച്ച് മോഡേൺ ആവട്ടെ. ഇന്നലെ നിങ്ങൾ എപ്പോഴാ വന്ന്? 11 മണി ചെയ്താത്ത. അപ്പൊ എല്ലാരും കൂടി അങ്ങനെ സംസാരിച്ചിരുന്നുണ്ടാവൂലേ? അല്ല, ഞങ്ങൾ ഇങ്ങനെ കുറെ സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ കറങ്ങാനൊക്കെ പോയി. ഇക്കാന്റെ ഫ്രണ്ട്സും പിന്നെ അവരുടെ ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ രാത്രി ഒരു നൈറ്റ് റൈഡ് പോലെ അങ്ങനെ പോയി. ഓ, അപ്പൊ ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടായിരിക്കുംല്ലേ പോയി? അല്ലാത്ത, അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ പുറത്തു പോയിട്ടാ ഫുഡ് കഴിച്ചത്. അവര് അങ്ങനെ പ്ലാൻ ഇട്ടുണ്ടായിരുന്നത്, പുറത്തു പോയിട്ട് കഴിക്കാന്ന് രാത്രി. എന്തൊക്കെ ഒരു സാധനങ്ങളാന്നറിയാത്ത ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിൽ ഒരു വലിയ ഹോട്ടല്. എനിക്കാണെങ്കിൽ തിന്നാൻ സഹിക്കാണ്ട്. എനിക്കിങ്ങനെ രാത്രി ഇങ്ങനെ കറങ്ങാനൊക്കെ പുറത്തു പോണതും പിന്നെ ഹോട്ടലിൽ പോയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക അതൊന്നും എനിക്ക് ഇഷ്ടേ അല്ല. അപ്പൊ താത്ത ഹോട്ടലത്തെ ഫുഡൊന്നും കഴിക്കില്ല? അങ്ങനെയല്ല, ഞാൻ കഴിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് എന്തെങ്കിലും തിന്നാൻ തോന്നിയ ഞാൻ ഇക്കാനോട് പറയും. ഇക്ക വരുമ്പോ വാങ്ങിയിട്ട് വരും. അല്ലാണ്ട് എന്തിനും എപ്പോഴും കെട്ടിയവന്മാരുടെ പിന്നാലെ ഇങ്ങനെ ഈ ഒരുങ്ങി കെട്ടി പോണത് എനിക്കിഷ്ടമല്ല. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തും പോവില്ല, ഇപ്പോഴും പോവില്ല. പക്ഷെ ഞാൻ നേരെ തിരിച്ചാട്ടോ. എനിക്ക് ഈ പുറത്തേക്കൊക്കെ പോവാ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാ. ഞാൻ പയറ് മുറിക്കണാത്ത. വേണ്ട വേണ്ട, ഞാൻ ചെയ്തോളാം. ഉമ്മാക്കേ ഞാൻ തന്നെ എല്ലാം ചെയ്യണം. ഞാൻ ചെയ്താലേ ഉമ്മാക്ക് തൃപ്തിയാവുള്ളൂ. അങ്ങനെ ശീലിച്ചു ഉമ്മ. ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ എല്ലാ പണി ഞാനല്ലേ ചെയ്യാം. ഉമ്മക്ക് ഞാൻ ചെയ്താലേ ഒരു സമാധാനം ആവുള്ളൂ. എന്താ രണ്ടാളും കൂടി പറയണ്? റസി എന്നെ കുറ്റം പറഞ്ഞിരുന്ന? അവളിങ്ങനെ വളവളാന്ന് സംസാരിക്കണ്ടാവൂലേ? അവളങ്ങനെ തന്നെ സംസാരിക്കാൻ ഒരാളിനെ കിട്ടിയാലേ പിന്നെ വിടില്ല. സംസാരിച്ച് മനുഷ്യന്റെ ചെവി പൊട്ടിക്കും അവള്. ഈ ഉമ്മ വെറുതെ പറയട്ടെ മിസ്രിയെ, ഞാൻ അങ്ങനെ സംസാരിക്കൊന്നുമില്ല. നമ്മളിപ്പോ ആരെങ്കിലും കാണുമ്പോ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ചോദിക്കില്ലേ, അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് ഞാനിങ്ങനെ വളവളാന്നൊന്നും സംസാരിക്കില്ല. ഈ ഉമ്മ വെറുതെ പറയ. റസിയെ, ഉമ്മാക്ക് കുറച്ച് കഞ്ഞിവെള്ളത്തിലേ ഉപ്പിട്ടിട്ട് എടുക്ക്. എന്താണാവോ കയ്യും കാലൊക്കെ വിറയ്ക്കണം. പ്രഷർ കമ്മിയായിട്ടുണ്ടോണാവോ? ഇനി എടുക്കുമാനെ. ഇപ്പൊ തരമ്മ. ഞാൻ എടുത്തു കൊടുക്കാത്ത. താത്ത പയറ് മുറിച്ചോ? ഉമ്മ അവിടെ പോയിരുന്നു, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. ഞാനേ അവിടെ തിണ്ടിലിരിക്കാട്ടാ, അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ഉമ്മ എന്നാ. ഇപ്പൊ എങ്ങനെയുണ്ട് ഉമ്മ? കൊഴപ്പില്ല മാനെ. എനിക്കിത് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാ. നാളെ ഒന്ന് ആശുപത്രി പോണം. അപ്പൊ പ്രഷർ എന്താ കുറവാ? കൂടും കുറയും ഒക്കെ ചെയ്യും. അതിന് ഈ പ്രഷർ മാത്രമല്ലേ, ഷുഗറും ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ ചായയിലും മധുരമൊക്കെ ഇട്ട് കുടിക്കുന്നത്? അതിന് എപ്പോഴും കുടിക്കൊന്നുമില്ല മാനെ, വല്ലപ്പോഴൊക്കെ തന്നെ ഉള്ളൂ. ഞാനേ തിരുമ്പാൻ പോവാ. ഉമ്മാന്റെ തീൽ തിരുമ്പാണ്ടാ? ഉണ്ട്. ഉമ്മാന്റെ റൂമിലെ ആ കട്ടിന്റെ മേലെ ഒരു മാക്സി ഉണ്ട്, ഒരു പാവാടിയും ഉണ്ട്. അതെടുത്തോ. പണികളൊക്കെ കഴിഞ്ഞു. കുറച്ചേരം ഉമ്മാന്റെ കാല് ഒഴിഞ്ഞു കൊടുക്കാം. എന്റെ റസി എനിക്ക് ഇതൊക്കെ ചെയ്തു തരിക. ഞാൻ പറയൊന്നും വേണ്ട. അവളുടെ പണികളൊക്കെ കഴിഞ്ഞ അപ്പൊ അവള് വന്ന് എന്റെ കാലൊഴിഞ്ഞു തരും. പാവണത് എനിക്ക് വലിയ കാര്യേനെ. അവൾക്കും അങ്ങനെ തന്നെ കേട്ടോ.
എല്ലാ പണികളും അവൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാ. എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല. അതെ, ഉമ്മാക്ക് അങ്ങനെ നാണക്കടായിട്ട് ചമ്മലായിട്ട് ഇവള് എന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ തുടങ്ങി. എല്ലാവരും നോക്കുക തന്നെ. അയ്യോ, എന്താ റസിയെ? ഒന്നുമില്ലമ്മ, ഞാൻ എന്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേ ഉമ്മയുടെ കാല് കുഞ്ഞേരാൻ വേണ്ടിട്ട് അങ്ങനെ വന്നതാ. ഇനിയിപ്പോ നമുക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കാം, മിസിരി ഉണ്ടല്ലോ. അതെ അതെ, എന്നാലേ ഞാൻ പോയി തിരുമ്പട്ടെ, കുറച്ച് തിരുമ്പാനുണ്ട്. ഉമ്മാന്റെ ഡ്രസ്സ് കൂടെ എടുക്കാൻ കൂടെ തിരുമ്പട്ടെ. ഉമ്മാന്റെ ഒക്കെ ഞാൻ തിരുമ്പിയാത്താ. തിരുമ്പിയോ? മിസിരി വന്നോണ്ട് ഇപ്പൊ റസിക്കാണ് ലാഭം, അവളുടെ പണിഭാരം കുറഞ്ഞല്ലോ. താത്ത വേണമെങ്കിലേ കുറച്ചേരം പോയി കിടന്നോ? ഞാൻ കിടന്ന ശരിയാവില്ല. ഉമ്മക്കേ ഉച്ചക്ക് ചോറിന് കഴിഞ്ഞാലേ മരുന്നുണ്ട്, അതെടുത്ത് കൊടുക്കണം. അതൊക്കെ ഞാൻ കൊടുക്കാത്ത. താത്ത രാവിലെ നേർത്ത് എണിക്കുന്നതല്ലേ, കുറച്ചേരം കിടന്നോ? എനിക്ക് അങ്ങനെ ഉച്ചയ്ക്ക് ഇറങ്ങേണ്ട ശീലമൊന്നും ഇല്ല. ഇനിയിപ്പൊ കടന്നാലും എനിക്ക് ഉറപ്പവും വരില്ല. ഞാനേ ഉമ്മക്ക് മരുന്നെടുത്ത് കൊടുക്കട്ടെ. എനിക്കേ അറിയുള്ളൂ ഏതൊക്കെ എപ്പോഴൊക്കെ കൊടുക്കണം എന്ന്. ഞാനത് എടുത്തു കൊടുക്കട്ടെ. അതിന് ഞാൻ ചോറിട്ടിട്ടില്ല റസിയെ. താത്ത പോയി റെസ്റ്റ് എടുത്താത്ത, ഞാൻ കൊടുക്കേ. ഞാനും ചോറിണ്ടിട്ടില്ല, ഞാനും ഉമ്മയും കൂടി ചോറിണ്ടിട്ടേ ഞാൻ എടുത്ത് കൊടുക്ക. മരുന്നിന്റെ കവറിൽ എഴുതിയിട്ടില്ലേ എപ്പോഴാ എത്രയെന്നൊക്കെ? പിന്നെന്താ, ഞാൻ കൊടുക്ക. താത്ത പോയി റെസ്റ്റ് എടുത്തോ. എന്റെ കഞ്ഞിയിട്ട് പാറ്റിയിടും, അതോപ്പാ. ഉമ്മനെ സോപ്പിട്ട് പതപ്പിച്ചിട്ട് അവൾ എന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ നോക്കുക. കള്ളി. എന്നാലും ഈ ഉമ്മ നോക്ക്, പുതിയൊരു മരുമകളെ കിട്ടിയപ്പോ എന്നെ വേണ്ട. പക്ഷെ ഈ തളക്ക് ഇത്രയും നാളും ഞാനില്ല ഇതൊക്കെ ചെയ്തു കൊടുത്തത്. ഇത് നോക്ക് തള. ഇക്ക, ഇക്ക, എന്താ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എനിക്കാണോ അതോ മിസ്രി ഇല്ലേ അവൾക്കാണോ ഭംഗി കൂടുതല്? നിനക്കെന്താടി പ്രാന്താ? രാത്രി 12 മണിക്ക് അവളുടെ ഒരു പറക്ക. ആർക്കാ ഭംഗി പറ? നിനക്കെന്നെ. സത്യം? അപ്പൊ കളറോ? കളർ ആർക്കാ കൂടുതല്? അതും നിക്കന്നെ. അത് അപ്പൊ ഞാനാണ് കൂടുതൽ സുന്ദരില്ലേ? പക്ഷേ ഈയിടെയായിട്ട് കുറച്ച് വയറ് ചാടിയിട്ടുണ്ടോ എന്നൊരു സംശയം. അത് നിന്റെ തീറ്റൊന്ന് കുറച്ചാ മതി, അപ്പൊ ശരിയാവും. പോയിക്കോ. നിന്റെ സംശയം ചോദ്യം പറച്ചിലൊക്കെ കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ കടക്ക്.